heart beats fast, colors and promises. How to be brave, how can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 Time stands still, beauty in all she is. I will be brave, I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. There is no place, nowhere to hide, except your loving arms. Insecure by your side, I run to you with open arms. Your cleansing love I feel. Insecure by your side.
പുരോഹിതനെയും ഏഞ്ചലിനെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ഒന്നായി ജീവിക്കുവാൻ ആഗ്രഹിച്ച് ഇതിന് മുന്നോടിയായി ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നമ്മുടെയൊക്കെ മുൻപാകെ വിവാഹ വാഗ്ദാനം ചെയ്യുകയും ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധൻ നമുക്കെല്ലാം സുപരിചിതനാണ് വിശുദ്ധ എസ്തപ്പാനോസ്. എസ്തപ്പാനോസ് താൻ വിശ്വസിച്ച, താൻ സ്നേഹിച്ച യേശുവിന് വേണ്ടി ജീവത്യാഗം നടത്തിയ ആളാണ്. ആദ്യത്തെ രക്തസാക്ഷിയാണ് നമുക്കറിയാം. വിവാഹമെന്ന കൂദാശ ഇതുപോലെ തനിക്ക് വേണ്ടി ഉള്ളൊരു ജീവിതമല്ല, മറിച്ച് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പണത്തിൽ ജീവിക്കുവാനായിട്ട് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ദൈവത്യാഗം നടത്തിയ എസ്തപ്പാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസം ആ ഒരു കാര്യം നമ്മെ ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവാഹം എന്നത് സമർപ്പണ ജീവിതമാണ്. ഇനി മുതൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നതെന്ന് വരനും, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ജീവിക്കുന്നതിന്റെ ഭർത്താവിന് വേണ്ടിയാണെന്ന് വധുവും ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം ഇവിടെ നടത്തപ്പെടുക. അതുകൊണ്ട് ഇവർ തിരഞ്ഞെടുക്കുന്ന വിവാഹ വാഗ്ദാനം അഹങ്കാരം പാലിച്ചുകൊണ്ട് വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിന്റെ ദിനങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നമ്മൾ ആരംഭിക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാശ്ലീഹായെ അനുസ്മരിച്ചുകൊണ്ടാണ്. മാർത്തോമാശ്ലീഹ കാണിച്ചു തന്ന വിശ്വാസത്തിന് നമുക്ക് ഒരു ദിനമായിട്ട് നമുക്ക് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നന്നായി വാഴണമേ ഉത്തമനായ മിശിഹാതിരുവുള്ളം ഉന്മയെഴുന്നള്ളുകവേണം കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തിത്തരേണം. ആലാഭമായും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹമുണ്ടായി ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്രായേലിനെയും അവന്റെ ജീവിതം പങ്കാളിയാകുവാൻ ചേർന്നായി വിവാഹവാഗ്ദാനത്തിനായി അവതരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തിരിഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹവാഗ്ദാനം അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. ഇസ്ഹാക്കിന്റെ ഭാര്യയെ കടത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിന് ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം. വന്നു കേൾക്കുകയും ദൈവഭയങ്ങളിൽ ഞാൻ അഭ്യസിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ലതരങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ ചെമ്മേന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുകയും അകൃത്യത്തിൽ നിന്ന് നന്മ ചെയ്യുകയും സമാധാനത്തെ അതിനെ പിന്തുടരുകയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും അർത്ഥപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമായവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവമേ, ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെയും പ്രകാശിക്കുകയാണേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ കാണുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അവയുടെ കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിന് പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. പരിശുദ്ധ. 1 Corinthians 9:23. 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 1
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളെ കൊണ്ടുപോകാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായി നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹവാഗ്ദാനം ചെയ്യുന്ന ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്ത വാഗ്ദാനമനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായി നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്നും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും ഭരണമനയിൽ നിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും സമർപ്പിക്കാം. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലായി കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. സാക്ഷികളാണ് രോഗി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ഏഞ്ചലിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഏഞ്ചലിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ രോഹിതനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാകുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവരും ഉടമ്പടികൾ ചെയ്യുന്നവരും അവയെ വിശ്വസ്തയോടെ പാലിക്കുവാൻ സഹായിക്കുന്നതുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്വീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസനായ രോഗിതനെയും ഏഞ്ചലിനെയും അവരുടെ കാരണവന്മാരായ ഏഞ്ചലിനെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ
നൽകുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റഹബത്തെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉന്നതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന ഉദാശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കൃത്രിമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I found a love for me, and darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. I never knew you were the someone waiting for me. 'Cause wise men say only fools rush in, but I can't help falling in love with you. But baby, I'm dancing in the dark with you between my arms. We're barefoot on the grass, listening to our favorite song. When you said you looked a mess, I whispered underneath my breath, you heard it, darling, you look perfect tonight. तू है के नहीं, तू है के नहीं, तू है के नहीं, तू है के नहीं. Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. मेरा सुपास तेरे और मेरे पास. Let me feel ya, let me feel ya. I want you close to me all the time. Let me feel ya, let me feel ya.
feel you close to me. A very warm welcome to one and all those who gathered here for today's auspicious occasion. First of all, I wish you all a very Merry Christmas and a Happy New Year. I am Julia Stephen, the younger sister of the bride to be. അടുത്ത ദിവസം, അതായത് ഡിസംബർ 28-ന് വിവാഹിതരാകാൻ പോകുന്ന രോഹിത് ചേട്ടൻ്റെയും ഏഞ്ചലും ചേച്ചിയുടെയും ഒത്തുകല്യാണം മൈലാഞ്ചി ഇടിയിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതിനായി ദ സ്റ്റാർസ് ഓഫ് ദിസ് ഈവനിങ് നമ്പ്യാകുളത്ത് താമസിക്കുന്ന കോതനല്ലൂർ തുവാനിസ ഇടവകാംഗമായ മുട്ടത്തിൽ ബ്രിഗേഡിയർ തോമസ് റെജി ദമ്പതികളുടെ മകൻ രോഹിത്തിനെയും കാരിത്താസ് സെൻറ് തോമസ് ചർച്ച് ഇടവകാംഗമായ ചാഴികാട്ട് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ലൂസി ദമ്പതികളുടെ മകൾ ഏഞ്ചലിനെയും നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. Give them a huge round of applause. Let's welcome the bride and groom. വിവാഹിതരാകാൻ പോകുന്ന ഇവരുടെ ഭാവി ജീവിതം ശോഭനവും സുന്ദരവുമാകുവാൻ പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. സോ അതിനായി ചെറിയൊരു പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ തന്നെ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. We welcome Mrs. Lucy Stephen, the mother of the bride to be, for reading the Holy Bible. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ അവസരത്തിന് ഉചിതമായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാഷകൻ അധ്യായം 26 1 മുതലുള്ള വാക്യങ്ങൾ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടുകൂടി ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. മിതഭാഷണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്, സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവും അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മുട്ടത്തിൽ ബ്രിഗേഡിയർ തോമസ് റെജി ദമ്പതികളുടെ മൂത്രപുത്രൻ അയർലൻഡിൽ ഡബ്ലിനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അദ്ദേഹം ഡേറ്റ അനലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഏഞ്ചലൻ സ്റ്റീഫൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴികാടിൻ്റെയും ലൂസി സ്റ്റീഫൻ്റെയും രണ്ടാമത്തെ പുത്രി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അടുത്തതായി ഏഞ്ചലൻ ചേച്ചിയുടെ ഫാമിലിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴികാടൻ കോട്ടയത്ത് ഡിസ്ട്രിക്ട് കോർട്ടിലെ സീനിയർ ലോയറാണ്. അതുപോലെ ലൂസി സ്റ്റീഫൻ, the mother of the bride to be, she works as a registered nurse in Florida, USA. And my elder sister, she also has come from USA for this marriage. Please welcome them to the stage. അടുത്തതായി നമുക്ക് ബ്രൈഡിൻ്റെ മറ്റ് ബന്ധുക്കളെ പരിചയപ്പെടാം. ആദ്യമായി മണവാട്ടിപ്പെണ്ണിൻ്റെ അപ്പാപ്പൻ ചാഴികാട്ട് ബാബു സ്റ്റീഫനെയും മകൻ സംഗീത് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. Both of them are businessmen. Let's welcome them to the stage. Daddy's another cousin brother Stephen and his wife Pushpa. Let's welcome them to the stage for a snack.
Next is our daddy's cousin brother, Dr. Deepak, who is the MD of Karana Hospital, Tirupura. Let's welcome him. The retired director of Airport Authority of India, Peninda Machi, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ അനു പീറ്റർ, സീനിയർ DMO, റെയിൽവേ മെഡിക്കൽ സർവീസ്, ദ ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ ഓഫ് ദ ബ്രൈഡ് ടു ബി, അതുപോലെ അവരുടെ മകൻ താജ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. The elder Amach and Stephen Kundamattathil isn't Hussain who couldn't attend this function. Her daddy's younger sister Sili Jebu Shakantara, who is a homemaker. Her husband Jebu Matthew, who is a businessman. Their children Amy Jebu, who is a data analyst in Pharmacovigilance Company at Coimbatore. Their second daughter Sarah Mary Jebu is a nurse who is not present here today. Then Matthew, who is a BCom student. Sirab is studying visual communication. Let's welcome them to the stage. Our mommy's elder sister, Vimala Joy Dekmankanadu, who is a nurse and lives in Houston, and her husband Joy, their children Deepak and Deepthi. Both are nurses and soon to get married. They are settled in Houston. Let's give them a huge round of applause. Good evening everyone. My name is Nitin. I am Rohit's younger brother. I've done my post-graduation in management from Nasimonji Institute of Management Studies, and currently I am working in an IT company based out of Gurgaon. Having been born and brought up in North India, I have my limitations in speaking in Malayalam. So I'll be introducing you to my family members in English with a mix of Malayalam. Let me start off with my dad's side of a family. Firstly, I'll call upon stage Ammachi. She is the eldest in our family, and she is a very hardworking and an iron lady of our family. Ammachi, if you could please. Next, I would like to call upon stage Veerappan, whom we fondly refer to as Periyappa, and his family. About Periyappa, he was working in Indian Overseas Bank. I wouldn't call him a jack of all trades, but indeed a master of all trades. He is extremely competent in all fields, a very positive person, and of great help to our family. Periyamma is working as a headmistress in one of the schools in SH Mount. Both Periyappa and Periyamma are godparents to Rohit. They have 3 children. The eldest, Alex Chetai, who is married and settled in Detroit. The other 2, Albert and Angela, are here with us tonight, and both of them are engineering students. And it was whom we fondly refer to as Chittappa, and his wife Jessie Auntie.
Chittappa is working as a sales manager in Kerala Solvents and Extracts, Vedagiri. Jessie auntie was a high school teacher in St. Anne's. Their only daughter Binny is pursuing BDS in Bhopal, and because of her exams, she is not here with us today. I request Chittappa and Jessie auntie to please. Let me now jump on to my mom's side of family with Rohit's maternal grandmother first. Abbachan is unwell and couldn't join us in this gathering. About Ammachi, she was a teacher and ex-panchayat member. I fondly remember Ammachi as a regular chocolate and pocket money provider whenever we used to visit their home in childhood. I request Ammachi. Thank you, Amachi. Next I'm going to invite on stage is Rohit's elder maternal uncle, Roy Maman. He couldn't join us tonight because he's looking after Abbachan. So, just to give you a brief about Roy Maman. In our childhood, he was a regular supplier of ground nets, and hence we used to call him Kadla Maman. And may I request Roy Maman's family, Juliet auntie and Akila to join us. Whom we fondly refer to as Chocolate Maman due to the obvious reasons. He has his own business in Kudbantra. He's an extremely positive person and has been of great help to our family in all situations, especially during COVID times. His wife Chinu auntie is quite unassuming and ever smiling auntie and is a homemaker. Their daughter Nino is currently studying in 10th standard. May I request to join us on stage. Our family is incomplete without introducing you to Sunil. Sunil became part of our family on 1st of September 2020. He is a Himachali but settled in Jalandhar, Punjab. He is absolutely quiet, unassuming, hardworking, responsible and a lovable person. He has been the lifeline of the family in toughest of times. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തോമസ് തേനാഗര, മൈ ഡാഡീസ് കസിൻ, ഹിസ് വൈഫ് മേഴ്സി ആൻറ്റി, ഷീ ഈസ് മമ്മീസ് ഫസ്റ്റ് കസിൻ. അവരിപ്പം വന്നതേ ഉള്ളൂ. അവർ ഒന്ന് സ്റ്റേജിലോട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു. സർ ജെയിംസ് കൈതക്കുതൊട്ടി, മമ്മീസ് കസിൻ ബ്രദർ, ഈസ് എ ബിസിനസ് മാൻ. ലെറ്റ്സ് വെൽക്കം ഹിം ടു ദ സ്റ്റേജ്.
മൈലാഞ്ചിയിടൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൈലാഞ്ചിയിടൽ ചടങ്ങ് വേദിയിൽ ആരംഭിക്കുകയാണ്. തനിമയിൽ പുലരുന്ന ക്നാനായ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യമനുസരിച്ച് പുരാതന പേർഷ്യൻ സാമ്രാജ്യമായിരുന്ന ഉർഹ, സിറിയ, ബാഗ്ദാദ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പ്രേക്ഷിത കുടിയേറ്റ ദൗത്യവുമായി ക്നായ് തോമൻ്റെ നേതൃത്വത്തിൽ ഉറഹായിലെ മാർ യൗസേഫ് മെത്രാനോടും വൈദിക ഷമാശന്മാരോടും കൂടെ കൊടുങ്ങല്ലൂരിൽ AD 345 കപ്പലിറങ്ങിയ യഹൂദ പാരമ്പര്യമുള്ള 72 കുടുംബങ്ങളിൽപ്പെട്ട 400ഓളം ആളുകളാണ് നമ്മുടെ പൂർവികർ. ആ തനിമയും പാരമ്പര്യവും ആചാരങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് ക്നാനായക്കാർ ഇന്നും ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് നീങ്ങുന്നു. Mailanjidiyal is the beautification of the bride by applying Mailanji on the bride's palms and feet. It represents purification. ആദിമാതാവായ ഹവ്വ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നതുമൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. തന്മൂലം അവളുടെ പാദങ്ങളും കരങ്ങളും കളങ്കപ്പെട്ടു. വിവാഹത്തിനൊരുങ്ങുന്ന പെണ്ണ് നടപ്പിലും എടുപ്പിലും മറ്റ് പ്രവർത്തികൾ വഴിയും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളെല്ലാം കഴുകി വിശദീകരിച്ച് പുതിയ വ്യക്തിയായി കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നതിൻ്റെ പ്രതീകമാണ് വിവാഹത്തലേന്ന് നടക്കുന്ന മൈലാഞ്ചിയിടൽ ചടങ്ങ്. ചടങ്ങുകൾ ഇതായി ഇവിടെ ആരംഭിക്കുകയാണ്. വേദിയിൽ ആദ്യം പായ വിരിക്കുന്ന ചടങ്ങാണ്. പായ വിരിക്കാൻ ഏമി ജേബു വിശാഖന്തരയെയും ഒലീവിയ സ്റ്റീഫനെയും ക്ഷണിക്കുന്നു. ദീപ്തി ജോലിയിലേക്ക് നിൽക്കുന്നതിൽ ഏമി ജേബു വിശാഖന്തര എന്നിവരെ ക്ഷണിക്കുന്നു. വെള്ളമിരിക്കുന്നതിനായി ദീപ്തി ജോയിയെയും ഏമി ജേബുവിനെയും ക്ഷണിക്കുന്നു. മൈലാഞ്ചി അരച്ചത് വേദിയിലേക്ക് വയ്ക്കുന്നത് ഏമി ജേബു. പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. മൈലാഞ്ചിയിടുന്ന അവകാശിയായ പിതൃസഹോദരി സിലി ജേബു വിശാഖന്തര മണവാട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ചടങ്ങുകളുടെ പ്രാരംഭ പ്രാർത്ഥനയാണ്. അതിനായി എല്ലാവർക്കും എഴുന്നേറ്റ് അത്യുന്നതകളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. ആമേൻ. സുസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തതിനാൽ അവന് ഇണയും തുണയുമായി അങ്ങ് സ്ത്രീയെ മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ മിശിഹ സ്വരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. നിർമ്മലയും പരിശുദ്ധിയുമായ സഭയെ കൃപ കൊണ്ട് അലങ്കരിച്ച് മണവാട്ടിയാക്കിയ ഈശോയെ, ഞങ്ങളുടെ പ്രിയമകളുടെ വിവാഹവേളയിൽ അങ്ങയുടെ ഈ മകളെ വിശുദ്ധീകരിച്ച് ആശീർവദിച്ച് ആന്തരിക സൗന്ദര്യത്താൽ അലങ്കരിക്കണമേ. ഒരു നല്ല ഭാര്യയും നല്ല മാതാവുമാകാനുള്ള കഴിവും പക്വതയും നിന്റെ മകളെ ഇജിലിന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രമിച്ചു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നന്മയാലൊന്നു
നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയിലും നൽകണം. കമ്പീശനായരെഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ. കൈകൂട്ടി നിന്നു ഞാൻ പെറ്റു വളർത്തൊരു കന്നി മകളെ ഞാൻ നിന്നെ. അടുത്തതായി ഫ്ലോറിഡയിൽ നിന്നൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് വെഡിങ് ഗിഫ്റ്റ് ഫോർ ഏഞ്ചലിൻ സ്റ്റീഫൻ ബൈ ഹെർ അപ്പാപ്പൻ ശ്രീ ചാഴികാട്ട്. ശ്രീചാച്ചൻ്റെ ഒരു ഗാനം അയച്ചിട്ടുണ്ട്. അത് combination. ഇതു പ്രേമിച്ച ഹൃദയങ്ങൾ ഒരുമിച്ചു ചേരും വ്യാമം. താങ്ക് യു സർ ചേച്ചൻ ഫോർ ദിസ് സ്പെഷ്യൽ ഗിഫ്റ്റ്. അടുത്തതായി ഇച്ചപ്പാട് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനായി വേദി സജ്ജീകരിക്കും. ജ്ഞാനായ പെണ്ണല്ലേ മഴവില്ലിന്നഴകല്ലേ കുടമുല്ലപ്പൂവല്ലേ സ്നേഹത്തിൻ മുത്തേ നിൻ മൈലാഞ്ചി കല്യാണത്തിൻ രാവണഞ്ഞില്ലേ തേനൂറും രാവിൻ ഈണം പാടി വരുന്നുണ്ടേ. ജ്ഞാനായ പെണ്ണല്ലേ മഴവില്ലിന്നഴകല്ലേ കുടമുല്ലപ്പൂവല്ലേ സ്നേഹത്തിൻ മുത്തേ നിൻ മൈലാഞ്ചി കല്യാണത്തിൻ രാവണഞ്ഞില്ലേ തേനൂറും രാവിൻ ഈണം പാടി വരുന്നുണ്ടേ. എച്ചിപ്പാട് കൊടുക്കട്ടെ. മണവാട്ടിക്ക് എച്ചിപ്പാട് കൊടുക്കട്ടെ. മണവാട്ടിക്ക് എച്ചിപ്പാട് കൊടുക്കട്ടെ. യാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയിലും നൽകണം. കമ്പീശനായരെഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ. കൈകൂട്ടി നിന്നു ഞാൻ പെറ്റു വളർത്തൊരു കന്നി മകളെ ഞാൻ നിന്നെ. തോളും തുടയും മുഖവും മണിമാറും യോഗത്താലെ പരിശുദ്ധ. എന്റെ മകളെ പരമേറ്റി വയ്ക്കൊള്ളും എൻ മനസ്സോപാതരുന്നു. നെല്ലുമാനീരും പരമേറ്റി വെച്ചാറെ എൻ മനസ്സോ തെളിയുന്നു. ചെമ്പകപ്പൂവിൻ നിറം ചൊല്ലാം പെണ്ണിന് ചെമ്മേ അരുൾ പെറ്റ പെണ്ണ്.
ചൊല്ലുന്നു ഉലകി. सारी 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 रात नाचे सारे मेरे यार, उठा के सारे अपने हाथ नाचे सारी सारी रात, सारी 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 रात नाचे सारे मेरे यार, उठा के सारे अपने हाथ नाचे सारी सारी रात. मैं सैंडल गुच्ची दे पाया, मैं नखरे भी लेके आया, वे मुझको तंग ना कर ज्यादा, मैं तेरे संग नहीं जाना. आ जाना मेरे नाल सोनिए, 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 आ जाना. की दस्सा मच सोनी पूरे शहर